ഒന്നാം ക്ലാസ്സിലെ സ്കൂൾ പ്രവേശനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ഒരുങ്ങി കേരളവും. പ്രായപരിധി 6 വയസ്സാക്കാൻ സർക്കാർ തീരുമാനം. 2022 മുതൽ കേരളം മാറ്റിവെച്ച PM ശ്രീ പദ്ധതിയാണ് പ്രാബല്യത്തിൽ വരിക. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഒന്നാം ക്ലാസ്സിലെ സ്കൂൾ പ്രവേശനം 6-ാം വയസ്സിൽ മതി. അത് ഏറെക്കുറെ പേർ അങ്ങനെ തന്നെ രക്ഷാകർത്താക്കൾ തുടരുന്നുണ്ട് താനും. എങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ നയം ഔദ്യോഗികമായി നടപ്പിലാക്കാൻ കേരളം തീരുമാനിച്ചു, അല്ലേ? കൃഷ്ണരാജ്, 2020 കേന്ദ്ര വിദ്യാഭ്യാസ നയം സർക്കാർ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു 6 വയസ്സ് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 6 വയസ്സിലായിരിക്കണം എന്നുള്ളത്, ഒന്നാം ക്ലാസ് പ്രവേശനം. ആ നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. 2020 ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം 2022 മുതൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത് നടപ്പിലാക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ നയവും ഒപ്പം തന്നെ ഈ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണം എന്ന അയച്ചിരുന്നു. പക്ഷേ ആ കത്ത് അയച്ചതല്ലാതെ അതിന് തിരിച്ച് മറുപടി നൽകാനോ അതിൽ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അവിടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതും ഒപ്പം തന്നെ വരുന്ന വിദ്യാഭ്യാസ വർഷമുള്ള അധ്യയന വർഷം മുതൽ 2026-27 അധ്യയന വർഷം മുതൽ 6 വയസ്സ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനത്തിനുള്ള പ്രായപരിധിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 2025 ജൂൺ മാസത്തിൽ കൂടിയായിരിക്കും 5 വയസ്സിലുള്ള പ്രവേശനം ഉണ്ടാവുക. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ സംസ്ഥാനത്ത് കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് പ്രാബല്യത്തിൽ വന്ന സമയം മുതൽ തന്നെ കേരളത്തിലെ പല രക്ഷാകർത്താക്കളും 6 വയസ്സിൽ കുട്ടികളെ ചേർത്താൽ മതിയെന്ന തീരുമാനത്തിൽ എത്തിയിരുന്നു. സംസ്ഥാനം നടപ്പിലാക്കിയില്ലെന്നേ ഉള്ളൂ. തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ നയം വന്നു, അത് കൃത്യമായി അതിന്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പല രക്ഷകർത്താക്കളും ഒന്നാം ക്ലാസ്സിലെ പ്രവേശന പ്രായം 6 വയസ്സാക്കുകയും കുട്ടികളെ 6 വയസ്സിൽ തന്നെ സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുകയും ചെയ്തത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന രൂപേണയാണ് ഈ 6 വയസ്സ് ഇനി മുതൽ ഒന്നാം ക്ലാസ്സിലുള്ള പ്രവേശനത്തിനുള്ള പ്രായം ആക്കിയാൽ മതി, അല്ലെങ്കിൽ ആ നിർദ്ദേശം സംസ്ഥാനം നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 2022 മുതൽ ഏകദേശം ഇത്രയധികം വർഷങ്ങൾ നീണ്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലാക്കാതെ നിന്ന സംസ്ഥാന സർക്കാരാണ് ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PM ശ്രീ പദ്ധതി കൂടിയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ പേരിലുള്ള വിദ്യാലയങ്ങൾക്കും ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെയുള്ള സഹായം പ്രധാനമന്ത്രി നേരിട്ട് നൽകുന്ന ആ ഒരു പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ, ആ പദ്ധതിയുടെ വിഹിതമടക്കം കഴിഞ്ഞ ഇത്രയും വർഷമായി സംസ്ഥാനത്തിന് മുടങ്ങിക്കിടന്നത് ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ മുടന്തൻ ന്യായം കൊണ്ടും ഒപ്പം തന്നെ പിടിപ്പുകേട് കൊണ്ടുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 513 കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം മാത്രം PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ളത്. അത് കൃത്യമായി നടപ്പിലാക്കാത്തത് മൂലവും ഒപ്പം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP കൃത്യമായി നടപ്പിലാക്കാത്തത് മൂലം ആ ഫണ്ട് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ നേടിയെടുക്കാനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ കൂടി വഴങ്ങുകയാണ്. നമുക്കറിയാം, നിലവിൽ KG-യിലൊക്കെ 3 വയസ്സ് മുതൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക്, ഈ ചെറിയ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസിക നില ഒപ്പം തന്നെ രക്ഷകർത്താക്കളുടെ ജോലി ഇതൊക്കെ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി അതിനെപ്പറ്റി പഠിക്കുകയും 6 വയസ്സ് മതി ഇനി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ, ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം 6 വയസ്സ് മതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയും ചെയ്തത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തോടാണ് കഴിഞ്ഞ ഇത്രയും വർഷമായി സർക്കാർ പുറംതിരിഞ്ഞു നിന്നത്. അതിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയം അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാനത്ത് കൂടി പ്രാവർത്തികമാക്കാൻ പോകുന്നു. അതുവഴി PM ശ്രീയിലൂടെ കിട്ടാനുള്ള കോടികൾ ലഭ്യമാക്കുക, ഒപ്പം തന്നെ അത് നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കേരളവും ഒരുങ്ങുന്നു. പ്രായപരിധി 6 വയസ്സാക്കും. ഇനി മുതൽ ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കണമെങ്കിൽ 6 വയസ്സ് പ്രായം വേണം. അത് 2022 മുതൽ കേരളം മാറ്റിവെച്ച പദ്ധതിയാണ്. പക്ഷേ രക്ഷാകർത്താക്കൾ അതേറെക്കുറെ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു താനും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.